ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഡാഷ് ക്യാമറയാണ്. അതായത് ഡുവൽ ഡാഷ് ക്യാമറയാണ്. അതായത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഒരു ഡാഷ് ക്യാമറയാണ്. അതും പൈനിയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പൈനിയറിൻ്റെ ബ്രാൻഡ് നിങ്ങൾ എന്തായാലും ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജപ്പാനീസ് ബ്രാൻഡാണ് പൈനിയറിൻ്റെ. മ്യൂസിക് സിസ്റ്റം സംഭവമൊക്കെ നിങ്ങൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ തന്നെ ഒരു ഡാഷ് ക്യാമറയാണ് ഇത്. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഡുവൽ മോഡലാണ്. അതുപോലെ തന്നെ അഡാസ് ഫീച്ചറും അതുപോലെ തന്നെ ഭയങ്കര ലോ ലൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക ലൈറ്റ് വിഷനൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ GPS എനേബിൾഡ് ആണ്. ഇതെല്ലാം ഇൻബിൽഡ് ആയി വരുന്നുണ്ട്. ഇതിൻ്റെ ഡുവൽ മോഡലിന് നമുക്ക് പ്രൈസ് MRP വരുന്നത് 18,490 രൂപയാണ്. ആമസോണിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. 10,990 രൂപയ്ക്ക് സാധനം ഇപ്പോൾ ഓഫർ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആക്സിസ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഒരു 800 രൂപയാണ് കുറഞ്ഞ് കിട്ടൂട്ടാ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ഡാഷ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കും, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഡാഷ് ക്യാമറ എത്ര ഇമ്പോർട്ടൻറ്റ് സംഭവം നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. ഇഷ്ടംപോലെ നിങ്ങൾ വീഡിയോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫേക്ക് ആക്സിഡൻസ് വരെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഡാഷ് ക്യാമറ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. പ്രത്യേകിച്ച് ബാക്കിലും വേണം. അപ്പോൾ ഞാനും എൻ്റെ കാറിൽ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 70 മൈൻഡ് ഉപയോഗിക്കണം. അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 കൊല്ലമൊക്കെ ആയി. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ പോയി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും ഇതിൽ ഇൻബിൽഡ് ബാറ്ററി ഒന്നുമില്ല. അപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ വേറെ ഇഷ്യൂസും കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കേട്ടോ. 70 മൈ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഷവോമിക്കില്ലേ, അവരുടെ ഒരു സബ് ബ്രാൻഡായിട്ട് വരും. അപ്പോൾ ഇത് ജപ്പാൻ അറിയാം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ബോക്സാണത്. ഇവർക്ക് 3-4 മോഡൽസുകൾ ഉണ്ട് കേട്ടോ. സാധാ ഒരു മോഡലുണ്ട്, ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രമായിട്ടുള്ള മോഡലിന് 3,990 രൂപയാണ്. പിന്നെ 3 മോഡലും കൂടി ഉണ്ട്. അപ്പോൾ അതിലത്തെ അത്യാവശ്യം ടോപ്പ് വരുന്നൊരു മോഡലാണിത്. ഇതിൻ്റെ മോഡൽ നെയിം VREC852-0DC എന്ന് പറഞ്ഞൊരു മോഡലാണ്. നിങ്ങൾക്ക് പേര് കണ്ടായിരിക്കും. ഒരു നമ്മുടെ ചെറിയൊരു എന്താ പറയുക ഗോപ്രോൻ്റെ പോലെ ഇരിക്കും കണ്ട. ശരിക്കും നമ്മുടെ ഈ ക്യാമറേൻ്റെ ഒക്കെ പോലെ ഇരിക്കും കാണുമ്പോൾ. പക്ഷെ ഇത്ര തടിയൊന്നും ഇല്ലെന്ന് മാത്രം ഞാൻ എടുത്ത് കാണിച്ചാൽ. 2 സെറ്റുകളുണ്ട്. കാരണം ബാക്കിൽ വയ്ക്കാനുള്ളത് ചെറുത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ അടക്കമുള്ള ഒരു സംഭവമുണ്ട്. ഇതുമ്പോൾ സ്ക്രീൻ സൈസ് വരുന്നത് 7.6 cm ആണ്. 2K റെക്കോർഡിംഗ് വരുന്നുണ്ട്. 360 degree റൊട്ടേറ്റബിൾ ആണ്. അതുപോലെ തന്നെ അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. പാർക്കിംഗ് മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻറ്റ്സ് റെക്കോർഡിംഗ് വരുന്നുണ്ട്. 512 GB വരെ റെക്കോർഡിംഗ് ഇതിൽ എന്താ പറയുക മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്തിട്ടാ. അപ്പോൾ നിങ്ങളുടെ ഡാഷ് ക്യാമറയിൽ മെമ്മറി കാർഡ് ഇടുമ്പോൾ എപ്പോഴും ഹൈ എൻഡ്യൂറൻസ് കാർഡ് ഇടാൻ നോക്കുക. ഇത് 128 GB സാൻഡിസ്കിൻ്റെ ഒരു ഹൈ എൻഡ്യൂറൻസ് കാർഡാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡാഷ് ക്യാമറ അറിയിക്കും നല്ല ചൂടത്തും കമ്പത്തും ഇരിക്കുന്ന സംഭവം. അപ്പോൾ നോർമൽ SD കാർഡ് ഇട്ടാൽ സാധനം കേടായി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് നല്ല ഓട്ടമുള്ള വണ്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ സംഭവങ്ങൾ കാണാൻ കണ്ടോ. ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. വേറെ സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. അതിൻ്റെ മാനുഫാക്ചറിങ്ങും ക്വാണ്ടിറ്റിയും എന്തൊക്കെ ഉണ്ടെന്നൊക്കെയാണ്. സൈഡിലായ പേര് തന്നെ ഈ സൈഡിലും ആ സെയിം സാധനം തന്നെ. ഇവിടെ അവരുടെ ആപ്പിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആപ്പ് നമുക്ക് ഇതിൽ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെയാണ്. ZenView എന്ന് എൻ്റെ പേര് കണ്ടു. നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലൊക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ എന്തായാലും ഇതിൽ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഇട്ടിട്ട് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. കാറിൽ വെച്ച് കാണിച്ചു തരുന്നില്ല. ഞാൻ പറഞ്ഞത് കാർ ഓൾറെഡി ഉണ്ട് ഒരെണ്ണം. അപ്പോൾ നമുക്ക് ഇതാണ് ബോക്സ്. ഞാൻ ബോക്സിൻ്റെ സീൽ ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. നല്ല ക്വാളിറ്റി ബോക്സ് തന്നെയാണ്. അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട് കണ്ടോ. വാറണ്ടി കാർഡ് വരുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഗ്ലാസ്സിൽ ഒട്ടിക്കാനായിട്ട് മുമ്പ് നമ്മുടെ വിൻഷീൽഡിൽ ഒട്ടിക്കുന്ന ഒരു സീലാണിത് കണ്ടോ. ഇത് ഒട്ടിച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഇതാണ് ഒട്ടിക്കാൻ. അപ്പോൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും 2 ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കളയരുതിട്ടാ. അപ്പോൾ അത് ഞാൻ ഭദ്രമായിട്ട് തന്നെ ഇവിടെ എടുത്ത് വയ്ക്കുകയാണ്. നീ ചെയ്ത് ചിലപ്പോൾ പോകും ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൽ 2 ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ബാക്കിൽ വയ്ക്കുന്ന യൂണിറ്റ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഇൻബിൽഡ് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഇതാണ് നമുക്ക് ബാക്കിൽ വയ്ക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ വയ്ക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കണ്ടോ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുക ഗോപ്രോൻ്റെ പോലെ ഇരിക്കും കണ്ട. നമുക്ക് മാറ്റി വയ്ക്കുന്നത് അതാണ് കണ്ടോ. ഇതാണ് ഫ്രണ്ട് യൂണിറ്റ് വരുന്നത്. നമുക്ക് ക്യാമറയുടെ സെൻസർ നമുക്കിവിടെ ഫിക്സ് ചെയ്യാനുള്ള സാധനം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 ബട്ടൺസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. പിന്നെ ബാക്കിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ടൈപ്പ് SD കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ Type-C പോർട്ടും വരുന്നുണ്ട്. പവർ ഓൺ ഓഫ് ബട്ടണും റെക്കോർഡിംഗ് ബട്ടണും വരുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ബാക്കിൽ ഫിക്സ് ചെയ്യേണ്ട സാധനമാണ്. ഇതിലകത്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓൾവേസ് കളർ കറണ്ട് വേണം, അല്ലാണ്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് യൂണിറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഈ സാധനമാണ് നമ്മൾ ഒട്ടിക്കല് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഡിവൈസ് തന്നെ തിരിക്കാനുള്ളതാണ്. ഒരു വെയിറ്റും ഇല്ല കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ കവർ അങ്ങോട്ട് പൊക്കാം. ഇത് കവർ പൊക്കുമ്പോൾ നമുക്ക് കുറേ എൻ്റെ അമ്മോ Type-A to Type-C പോർട്ട് വരുന്ന
ഒരു എന്താ പറയുക ഒരു വലിയ കേബിള് നമുക്ക് ഹൈഡ് ചെയ്യാനൊക്കെ നിൽക്കണമെങ്കിൽ ഈ കേബിൾ ഉപയോഗിക്കാം. എനിക്ക് തോന്നാം ഒരു 10 മീറ്ററൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് സാധനം. അതും പോരാണ്ട് ഇപ്പോൾ 20 മീറ്ററുള്ള വേറൊരു കേബിൾ വരുന്നുണ്ട്, അത് ബാക്കിലേക്കായിരിക്കും മിക്കതും. അപ്പോൾ അത് രണ്ടും ടൈപ്പ് സി. പിന്നെ നമുക്കൊരു സിഗരറ്റ് ലൈറ്റർ ചാർജറും വരുന്നുണ്ട്. ഇതാ കണ്ടോ, പൈനിയർ ബ്രാൻഡിങ് ആയിട്ട് തന്നെ, പക്ഷേ സിംഗിൾ സ്ലോട്ടേ ഉള്ളൂ, അതൊരു പോരായ്മയാണ്. പിന്നെ നമുക്ക് നമ്മുടെ വാൾ മൗണ്ടിങ് ചെയ്യാനുള്ള അതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കുത്തി കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ടൈപ്പ് ടു ടൈപ്പ് സി ആണല്ലോ, അപ്പോൾ നമ്മുടെ നോർമൽ USB പോർട്ടിൽ കുത്താം, അല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്കിൽ കുത്തിയാലും നമുക്ക് സാധനം കിട്ടും. അതിന് മുമ്പ് നമുക്ക് മെമ്മറി കാർഡ് ഉണ്ട്. മെമ്മറി കാർഡ് അല്ല നമുക്ക് റെക്കോർഡിങ് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മെമ്മറി കാർഡ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഡാഷ് ക്യാമറയിൽ സംഭവം ഹോം സെക്യൂരിറ്റി ക്യാമറയിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ ഹൈ എൻഡ്യൂറൻസ് കാർഡ് ഇടാൻ നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ അത്യാവശ്യം നല്ല വണ്ടി ഓടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ചൂട് എപ്പോഴും അടിക്കുന്ന ഏരിയ ആണ് അത്. അവിടെ പ്രത്യേകിച്ച് വിൻഷീൽഡ് ബാക്ക് പിന്നെയും കുഴപ്പമില്ല വയ്ക്കാം. പക്ഷേ ഇപ്പം ഇത് നല്ല കാർഡ് നോക്കിയിടാൻ മറക്കണ്ട കേട്ടോ. ഞാനത് പൊളിക്കാണ്. ഇത് ഞാൻ നല്ല ഭംഗിയിൽ പൊളിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും കാണാല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊളിക്കാം. എന്താ വരാത്ത ഇപ്പം ഞാനത് പൊളിച്ചെടുത്തിട്ടുണ്ട്. നോക്കട്ടെ, അതിൽ നമുക്ക് കാർഡ് മാത്രം നമുക്ക് വേണ്ടോ. പിന്നെ റീഡ് ചെയ്യാനുള്ള അഡാപ്റ്ററാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇടാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എന്താ പറയുക ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആപ്പിൽ കൂടെ നമ്മുടെ എന്താ പറയുക SD കാർഡിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് തന്നെ ഇട്ടിട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊളിച്ചത് എന്താ വരാത്തത്. അപ്പോൾ നമുക്ക് ഇതാദ്യം നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലാണ് സ്ലോട്ട്, ഓപ്പൺ സ്ലോട്ട് ആയിരിക്കും. വേണ്ടു ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അതിൻ്റെ വയർ എടുക്കാം. ഇതിൽ ഒരെണ്ണം ടൈപ്പ് മൈക്രോ USB ആണ് കേട്ടോ. ഒരെണ്ണം ഒരു വയർ മൈക്രോ USB ആണ്, ഒരു വയർ ടൈപ്പ് C ആണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിൽ വെക്കാനുള്ളതാണ് ടൈപ്പ് C വന്നേക്കുന്നത്. അപ്പോൾ ഞാനിത് എടുക്കാം. ഇത് നമ്മുടെ ഏതെങ്കിലും പവർ ബാങ്കിൽ ഞാൻ കുത്താം, അല്ലെങ്കിൽ ഇതിലേക്ക് കുത്താം. ഇതാ ഞാൻ അതിൻ്റെ കേബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുത്തി നോക്കാം. ഇതാ ഓണായിട്ടാ, പൈനിയറിൻ്റെ ബ്രാൻഡിങ് വന്നുകൊണ്ട് ഓണായി. നമുക്ക് ഇനി ഇനീഷ്യലി കുറച്ച് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സൗണ്ടും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് കാണുന്നുണ്ടായിരിക്കും. പ്ലീസ് ഫോർമാറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടച്ചൊന്നും ആവില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അമർത്തി അപ്പോൾ മൈക്രോ SD കാർഡ് ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഉണ്ടായില്ല, ഒന്നും ഇല്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഫോർമാറ്റഡ് സക്സസ്ഫുള്ളി. ചെറിയ സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്വാളിറ്റി വരിക. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോകണമെങ്കിൽ ഇവിടെ പോവാം. അപ്പോൾ നമുക്ക് വീഡിയോ സെറ്റിങ്സ് ഒക്കെ കാണാം. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ലോ ഇൻറ്റൻസിറ്റി പാർക്കിംഗ് സെൻസർ ഓണാക്കണമെങ്കിൽ ഓണാക്കാം. വീഡിയോ റെസൊല്യൂഷൻ 2K, അതുപോലെ തന്നെ ആൻറ്റി ഫ്ലിക്കറിങ് വരുന്നുണ്ട്. പിന്നെ സ്പീഡ് ലാറ്റിറ്റ്യൂഡ് വാട്ടർമാർക്ക് വരുന്നുണ്ട്. km/h വരുന്നുണ്ട്. ബാക്ക് ആണെങ്കിൽ ഈ അറ്റത്തെ ബട്ടൺ. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിസ്റ്റം സെറ്റിംഗ് വരും. സിസ്റ്റം സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓണാക്കാം. നമുക്കത് നമ്മുടെ എന്താ പറയുക ആപ്പിൽ കണ്ടെയ്നിങ് ആ സാധനം വേണ്ടി വരും കേട്ടോ. പവർ ഓൺ വൈഫൈ സെറ്റിംഗ് വരുന്നുണ്ട്. ഓട്ടോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അഡാസ് ഫീച്ചർ എനേബിൾ ചെയ്യാൻ വേണമെങ്കിൽ അത് അമർത്താം. മാറിപ്പോയി, ബാക്ക് അമർത്തി പോയി അറിയാണ്ട് ഓണാക്കുക. കണ്ടു, ഓണാക്കി കഴിഞ്ഞാൽ അഡാസ് ഓണായി. കണ്ടു, അഡാസ് കഴിഞ്ഞാൽ നമ്മൾ ലൈൻ തെറ്റി പോകുമ്പോൾ പറയുന്ന സംഭവം കേട്ടോ. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ടൈം 30 സെക്കൻഡ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാണ്ടും വേണമെങ്കിൽ വെക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ സ്ക്രീൻ ഓഫ് ഫീച്ചർ ഇല്ല കേട്ടോ. അപ്പോൾ 70 മൈലൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ചെയ്ത് വെക്കാം. സ്പീക്കർ വോളിയം വരുന്നുണ്ട്. ഓട്ടോ ഓഫ് ആൻഡ് സ്റ്റോപ്പർ എന്നും പറയേണ്ടത്. അതായത് നമ്മുടെ കാർ ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഓഫ് ചെയ്യാനുള്ളതാണ്. ഡിസേബിൾ ഓട്ടോമാറ്റിക്കലി ഓഫ്, അത് ഓണാണ് എപ്പോഴും. പിന്നെ ഡേറ്റ് സെമ്മൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊന്ന് റെക്കോർഡ് നോക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി ഞാൻ അതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ റെക്കോർഡ് ബട്ടൺ നമുക്ക് ഇവിടെ സൈഡിലുണ്ട്. കണ്ടു, അമർത്തി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓഫ് ആയിക്കാണ്, ഓഫ് ബട്ടണാണത്. അതുപോലെ തന്നെ ചാനൽ ബട്ടൺ നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി റെക്കോർഡിംഗ് ആണ്. ഇത് ഓൾറെഡി കാണിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ടായിരിക്കും. കണ്ടോ, ഫോക്കസ് ആവും സോണി. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റുള്ള ഏരിയ അല്ല, ശരിക്കും ഇത് ഡാഷ് ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസർ ചെറുതായിരിക്കും. അപ്പോൾ നല്ല ലൈറ്റുള്ള ഏരിയയിലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി പവർ ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. നമുക്ക് ആക്ച്വലി എന്താ പറയുക
ഇതിൽ നമുക്ക് എന്താ പറയുക, ഇൻബിൽഡ് ബാറ്ററി ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പവർ ബാങ്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ എന്നാലും നിങ്ങൾക്ക് നൈറ്റിൽ ഇരുട്ടത്തൊക്കെ കാർ ഓടിക്കുമ്പോൾ അതിൻ്റെ എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഐഡിയ കിട്ടുന്നത് നോക്കുമ്പോൾ. അപ്പോൾ എനിക്കും ഇത് എത്ര കറക്റ്റായിട്ട് കാണുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓണാക്കട്ടതാ. അപ്പോൾ അതിൻ്റെ അത് ഫോട്ടോ ക്യാപ്ചറാണ് വരുന്നത്. അതാണ് സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്നും എടുക്കാൻ ചുമ്മാ. അപ്പോൾ എമർജൻസി വീഡിയോ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. അതിൽ എൻഡിങ് പോർഷനിൽ ഞാൻ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് നിർത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ പയനിയറിൻ്റെ ഡാഷ് ക്യാമറ. അപ്പോൾ ഇതേ സെയിം സംഭവം തന്നെയാണ് ഇതിലും വരിക. ഇത് ആക്ച്വലി കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെമ്മറി കാർഡിലേക്ക് ഇനി റെക്കോർഡ് ആവട്ടെ. അപ്പോൾ ഡ്യുവൽ റെക്കോർഡർ ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക്. പക്ഷേ ഫിറ്റിംഗ് കുറച്ച് ഒരു പ്രൊഫഷണൽ ആൾ വേണ്ടി വരും ഫിറ്റ് ചെയ്യാൻ. ഇതാകുമ്പോൾ നമുക്ക് ചുമ്മാ ഇട്ടിട്ട് നമ്മുടെ ഇപ്പോൾ സിഗരറ്റ് കേബിളിലായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ പ്രൊഫഷണലിൻ്റെ ആളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ചുമ്മാ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വയർ ഹൈഡ് ചെയ്യാൻ പരിപാടിയും ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പയനിയറിൻ്റെ ഡാഷ് ക്യാമറ. അപ്പോൾ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസ് 16-17 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ലാഭത്തിലും ആക്ച്വലി ആമസോണിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ആമസോണിൽ ഇട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഹീറോ ഗ്രൂപ്പിൻ്റെ ക്യൂബോൻ്റെയും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ക്യൂബോൻ്റെ നിങ്ങൾക്ക് ഒരു ഡ്യുവൽ ക്യാമറ വരുന്നതിന് നമുക്ക് 9,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡാഷ് ക്യാമറ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറയണമെന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GSH വേൾഡ് കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ. വീഡിയോ സെറ്റിങ്സ് ഒക്കെ കാണാം. ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ലോ ഇൻറ്റൻസിറ്റി പാർക്കിംഗ് സെൻസർ ഓണാക്കാനെങ്കിൽ ഓണാക്കാം. വീഡിയോ റെസൊല്യൂഷൻ 2K, അതുപോലെ തന്നെ ആൻറ്റി ഫ്ലിക്കറിങ് വരുന്നുണ്ട്. പിന്നെ സ്പീഡ് ലാറ്റിറ്റ്യൂഡ് വാട്ടർ മാർക്ക് വരുന്നുണ്ട്. km/h വരുന്നുണ്ട്. ബാക്ക് ആണെങ്കിൽ ഈ അറ്റത്തെ ബട്ടൺ. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിസ്റ്റം സെറ്റിംഗ് വരും. സിസ്റ്റം സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓണാക്കാം. നമുക്കത് നമ്മുടെ എന്താ പറയുക ആപ്പിൽ കണ്ടെയ്നിങ് ആ സാധനം വേണ്ടി വരും കേട്ടോ. പവർ ഓൺ വൈഫൈ സെറ്റിംഗ് വരുന്നുണ്ട്. ഓട്ടോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അഡാസ് ഫീച്ചർ എനേബിൾ ചെയ്യാൻ വേണമെങ്കിൽ അത് അമർത്താം. അയ്യോ മാറിപ്പോയി. ബാക്ക് അമർത്തിപ്പോയി ഞാൻ അറിയാണ്ട്. അത് ഓണാക്കുക. കണ്ടു ഓണാക്കി കഴിഞ്ഞാൽ അഡാസ് ഓണായി കണ്ടു. അഡാസ് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ തെറ്റി പോകുമ്പോൾ പറയുന്ന സംഭവം കേട്ടോ. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ടൈം 30 സെക്കൻഡ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാണ്ടും വേണമെങ്കിൽ വെക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ സ്ക്രീൻ ഓഫ് ഫീച്ചർ ഇല്ല കേട്ടോ. അപ്പോൾ 70 മൈലൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ചെയ്ത് വെക്കാം.